ഞങ്ങൾ കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാ കേട്ടോ. എന്താവെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നനയാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് റെയിൻ കോട്ട് ഇട്ട് കണ്ട് ഇറങ്ങുകയാണ്. കാണുമ്പോൾ ലേശം ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡ്രസ്സ് നനയാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ബാലൻസ് ചെയ്യുമ്പോൾ. പക്ഷേ ഇതുവരെ വെള്ളം കയറിയിട്ടില്ല കേട്ടോ. പിന്നെ അതിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലാണ് മൂവിങ് വരുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡിലാക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത്. നമ്മൾ സ്റ്റേ ചെയ്ത റൂം കാണിച്ചു തരാം. ഈ റൂമിന് ഗ്ലാസിൻ്റെ ഡോർസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂംസാണ് ഉള്ളത്. ഒരു ബെഡ്റൂമിൽ 4 പേർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പ്രാവശ്യം എല്ലാം അതിനനുസരിച്ച് 2 ദിവസം നിൽക്കാൻ പറ്റില്ല. ഓ, അതൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആളുണ്ടെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പം ഇവിടെ 3 മണിക്കാണ് ചെക്ക് ഇൻ, വൈകുന്നേരം. രാവിലെ 11 മണിക്ക് ചെക്ക് ഔട്ട്. അപ്പം പിന്നെ ഈ പറഞ്ഞതുമാതിരി ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഗസ്റ്റ് വേറെ ഇല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ ഇൻസ്റ്റഗ്രാം വഴിയാണ് വന്നത്, അല്ലാതെ ഇപ്പം എങ്ങനെയാണ് ആക്സസ് വരുന്നത്? ഹായ് ഫ്രണ്ട്സ്, എൻജോയ് നേവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഔട്ടിങ് അത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ മനസ്സൊന്ന് റിഫ്രഷ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇടയ്ക്കൊന്ന് എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് പുറത്ത് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ തപ്പിയപ്പം കണ്ടൊരു പേജാണ് തേങ്ങാപ്പറമ്പത്ത് റീട്രീറ്റ്. അവരുടെ ഹോം സ്റ്റേ ലൊക്കേഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. ഒരു പുഴയുടെ തീരത്താണ് വരുന്നത്. ഇവിടെ നിന്ന് ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കയാക്കിംഗ്, ഫിഷിംഗ്, ഹൗസ് ബോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വഴിയെ പറയാം. അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇറങ്ങിയതാണ്. ഇന്നലെ ഇവിടെ നൈറ്റ് സ്റ്റേ ആയിരുന്നു. തേങ്ങാപ്പറമ്പത്ത് റീട്രീറ്റ് ബദിരൂറാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ഒരു ഇൻസ്റ്റഗ്രാം പേജ് വഴിയാണ് ഞങ്ങളിത് കണ്ടെത്തിയത്. Airbnb സൈറ്റിലൊക്കെ ഇവരുടെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. നല്ല പുഴയുടെ തീരത്താണ് വരുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവനിങ് ഒക്കെ ഇവിടെ ഇരിക്കാൻ നല്ല വൈബാണ്. നമ്മൾ രാവിലെ നീറ്റ് കഴിഞ്ഞാൽ സൺറൈസൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കും വന്ന് ഒരിക്കലും മുഷിയാത്ത ഒരു പ്ലേസാണത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ചന്ദ്രു ഒക്കെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഫുൾ പുഴയാണ് ചുറ്റും. പിന്നെ നല്ല ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ലേശം തണുപ്പ് കൂടെ ഉള്ള ഒരു ഏരിയ ആണ്. അല്ല, ഞങ്ങൾ എത്താൻ അവിടെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ആ ഒരു സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് രാവിലത്തെ സൺറൈസ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇവരുടെ ഈ ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഫ്രീ ആയിട്ടാണ് കയാക്കിങ്, പിന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ, ബോട്ടിംഗ് ഒക്കെ എക്സ്ട്രാ പേയ്മെന്റ് ആണ് വരുന്നത്. ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഇവരുടെ വീടിന്റെ അപ്സ്റ്റെയർ ആണ് ഹോം സ്റ്റേക്ക് വേണ്ടി അലോ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പുറമേ ഒക്കെ നമുക്ക് ആക്സസ് ഉണ്ട്. പിന്നെ ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്നില്ല. പിന്നെ സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ സൈറ്റിൽ നിന്നൊക്കെ ഇവിടെ ഫുഡ് എത്തുന്ന ഒരു ഏരിയ തന്നെയാണിത്. പിന്നെ നമുക്ക് ഇവന്റുകൾ കണ്ടക്ട് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. ഹൽദി ഫംഗ്ഷൻസ് ഒക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഫുഡ് കാര്യങ്ങൾ ഇവർ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാട്ടോ. നമുക്ക് നാളെ പോയാൽ പോരെ, ഈവനിങ് വ്യൂ ഒക്കെ കണ്ടിട്ട്. ഇന്നലെ വൈകുന്നേരം വന്നപ്പം ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റിലൊന്നും വന്നിരിക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. കാരണം നല്ല ലേറ്റ് ആയിപ്പോയി ഞങ്ങൾ എത്തുമ്പം. നല്ല ഒരു വൈബായിരിക്കും ഈവനിങ് ഒക്കെ ഇവിടെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ. നല്ല വൈബായിരിക്കും. പിന്നെ ഒരുപാട് സ്ഥലത്തേക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് 13 കിലോമീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് വരുന്നത്. പിന്നെ കരിയാത്തംപാറ 13 കിലോമീറ്റേഴ്സ്, 15 കിലോമീറ്റേഴ്സ് ആ റേഞ്ചിലാണ് ഡിസ്റ്റൻസ് വരുന്നത്. NH ബൈപ്പാസിന് ഒരു 3 കിലോമീറ്റർ മാത്രമേ ഈ ഒരു സ്ഥലത്തേക്കുള്ള ദൂരമുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനും ഒരു ഊഞ്ഞാലാടാനൊക്കെ പറ്റിയൊരു സമയമാണ്. ഇപ്പം ലേശം വെയിൽ കൂടിപ്പോയി, അറിയാലോ. മോള് ചെറുതാണ്. അപ്പം ആളെയൊക്കെ ഒന്ന് സെറ്റാക്കി വരുമ്പോഴത്തേക്ക് ലേശം ലേറ്റായി. ഞാനിവിടെ പറഞ്ഞൊരു ഹൗസ് ബോട്ട് സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിലല്ല, എക്സ്ട്രാ പേയ്മെൻറ്റിലാണ്. ഇത് നിങ്ങൾക്ക് പുഴയിൽ കാണാം ഒരു ഹൗസ് ബോട്ട് പോകുന്നത്. അത് അത്യാവശ്യം വലിയ ഇത് തന്നെയാണ് കേട്ടോ. പാട്ടൊക്കെ ഇട്ട് അവർ നല്ല എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഇവിടെ കയാക്കിങ്ങിൻ്റെ ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട്. ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല കേട്ടോ. അതിൽ 2 ആളുണ്ടാവില്ലല്ലോ, ഒരാളല്ലേ ഉണ്ടാവുള്ളൂ. രണ്ടാളുണ്ടാവും.
അപ്പോൾ പിന്നെ ഇനിയും കുഴപ്പമില്ല. അപ്പോൾ ആര് ഷൂട്ട് ചെയ്ത് ഞാൻ തുഴഞ്ഞാൽ നീങ്ങോ? അപ്പോൾ നമ്മുടെ ഊഞ്ഞാൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലിലൊന്ന് കയറി വെക്കാം. ഞാൻ അങ്ങോട്ട് അടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി പോവില്ലല്ലോ. ഞാൻ അങ്ങോട്ട് പുഴയിലേക്ക് പോയി പോവില്ലല്ലോ. ആരും ആട്ടണ്ട, ഞാൻ തന്നെ ആടിക്കോളാം. ആരെ ആട്ടിയാ ഞാൻ ആരെ ആട്ടിയാൽ ഞാനങ്ങ് പോയാലോ നീ. സ്പീഡിലോ? നല്ല സുഖമുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ വീണ അങ്ങ് മുങ്ങിക്കൊണ്ട്. ഞങ്ങൾ കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാ കേട്ടോ. എന്താവെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നനയാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറെ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് റെയിൻ കോട്ട് ഇട്ട് കണ്ട് ഇറങ്ങുകയാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ തൊട്ടാവാടി ഉണ്ടേ. ചന്ദ്ര ഷൂടാദ്യം പോന്നേ. തൊട്ടാവാടീൻ്റെ മുള്ളു തട്ടും. ഷൂടാദ്യം ചെരുപ്പിടാതിയല്ലേ പോന്നേ. ഇവനെ നമുക്ക് ലാസ്റ്റ് കയറ്റട്ടോ. ഇവനെ ലാസ്റ്റ് കയറ്റേ. ജാക്കറ്റ് ഇല്ലാണ്ട് അങ്ങനെ ലാസ്റ്റ് കയറ്റിക്കൊണ്ട് ഞങ്ങൾ കയാക്കിങ് എക്സ്പീരിയൻസിങ് ഇറങ്ങിയതാട്ടോ. കാണുമ്പോൾ ലേശം ബുദ്ധിമുട്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡ്രസ്സ് നനയാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ബാലൻസ് ചെയ്യുമ്പോൾ. പക്ഷേ ഇതുവരെ വെള്ളം കയറിയിട്ടില്ല കേട്ടോ. പിന്നെ അതിങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലാണ് മൂവിങ് വരുന്നത്. നമ്മൾ ലെഫ്റ്റ് സൈഡിലാക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് മൂവ്മെൻറ്റ് വരുന്നത്. ഞാൻ ഉദ്ദേശിച്ച അത്ര വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോൾ നല്ല വെയിറ്റുള്ള സംഗതി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്യാതെ പോയാൽ അതൊരു വലിയ എന്താ പറയുക മിസ്സിങ് ആയേനെ. ഒരു സൈഡ് ബാലൻസ് ആവൂലേ. അടിപൊളിയാണ്. സാധനം വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. എന്താ ഇങ്ങോട്ട് പോവാത്ത അങ്ങോട്ടേക്ക് പോവാം. ഹോംസ്റ്റേ അടിപൊളിയാണ്. നല്ല ലൊക്കേഷൻ. അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഊഞ്ഞാലുണ്ട്. നമ്മൾ നേരത്തെ ആടിയ ഊഞ്ഞാൽ ഇവിടെയാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ്. അഫോർഡബിൾ പ്രൈസിലാണ് ഇവർ ഈ ഹോം സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ബെഡ്റൂംസ് ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസൊക്കെ അറിയാൻ ഇവരുടെ നമ്പർ അതുപോലെ ഇൻസ്റ്റഗ്രാം പേജ് ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഇന്നലത്തെ ഹോം സ്റ്റേ ചെയ്ത ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് ഇവരുടെ ഒരു ബാൽക്കണിയാണ്. ഇവിടെ 2 ബെഡ്റൂംസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഇവിടുത്തെ വ്യൂ തന്നെയാണ് കേട്ടോ. നമ്മൾ രാവിലെയൊക്കെ എണീറ്റ് വരുമ്പം തന്നെ നല്ലൊരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. പുഴയാണ്, നല്ല സൺറൈസ് ഉണ്ട്, നല്ലൊരു കാം പ്ലേസാണിത്. നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ കൂടി കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത് എന്താ പറയുക, നല്ലൊരു സന്തോഷം വരുന്നൊരു കാര്യമാണ്. നമ്മൾ സ്റ്റേ ചെയ്ത റൂം കാണിച്ചു തരാം. ഈ റൂമിന് ഗ്ലാസിൻ്റെ ഡോർസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂംസാണ് ഉള്ളത്. ഒരു ബെഡ്റൂമിൽ 4 പേർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ് കൂടാതെ ഒരു ബെഡും കൂടെ ഇവർ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കബോർഡ്, ഒരു വാർഡ്രോബ് ഒക്കെ ഉണ്ട്. AC ഉണ്ട്. ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത്. എന്തായാലും നല്ലൊരു സ്റ്റേ ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസാണത്. നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന, ഒന്ന് കാമാവുന്ന നല്ലൊരു പ്ലേസ്. എനിക്കിതിൻ്റെ ഗ്ലാസ്സസ് കാണിച്ചു തരാം. ഇത് രാവിലെയൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനൊരു വ്യൂ ആണ് വരുന്നത്. നമ്മൾ രാവിലെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ. അപ്പം ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം. ഇത് AC ആണ്. ഇതൊരു നോൺ AC റൂമും കൂടെ ഉണ്ട്. സെയിം ഫെസിലിറ്റീസാണ്, അതേ സ്പേസൊക്കെ ഉണ്ട്. AC ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു ആംബിയൻസ് ഉള്ള പ്ലേസാണ്. കുറേ മാവും ഒരുപാട് മരങ്ങളും
ഒക്കെയുള്ള ഒരു ഏരിയ, ഈ ഒരു ഓപ്പൺ പ്ലേസ്, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അതൊക്കെ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നല്ല ഓപ്പൺ പ്ലേസിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് പോകണമെന്നില്ലെങ്കിലും ഈ ഒരു ഹോം സ്റ്റേ തന്നെ നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ദൂര സ്ഥലത്തുള്ളവരൊക്കെ ആണെങ്കിൽ, കോഴിക്കോട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഈസി ആയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. തേങ്ങാപ്പറമ്പത്ത് റീട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഹോം സ്റ്റേ ലൊക്കേഷൻ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിവിടുത്തെ ഹൗസ് ഓണറെ, ഈ ഹോം സ്റ്റേൻ്റെ ഓണറെ എന്ന് പരിചയപ്പെടണമല്ലോ. ആളിവിടെ ഉണ്ട്. അപ്പം നമ്മുടെ ഹൗസ് ഓണർ ഇതാണ്. ആളെ പേര് പൃഥ്വിരാജ്. ടൂറിസം മേഖലയിലേക്ക് വന്നത്. ടൂറിസം മേഖല എനിക്ക് മുന്നേ താല്പര്യമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. നമ്മൾ മുന്നേ താമസിച്ചതൊക്കെ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ അന്നോട്ടേ ഒരാഗ്രഹമായിരുന്നു ഒരു പുഴക്കരയിൽ വന്ന് നല്ലൊരു ആ ഒരവസ്ഥ മാറണം. പിന്നെ പഠിക്കുന്ന ചെറുപ്പത്തിലൊക്കെ എന്താ പറയുക, തറവാട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള കാര്യമായിരുന്നു. അപ്പം അത് പിന്നെ ഒരു സാഹചര്യം കിട്ടിയില്ല. കുറേ കാലത്തിന് ശേഷം പിന്നെ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ വിചാരിച്ചു ഇനി മതി കറക്കം, നാട്ടിൽ തന്നെ കൃഷിയൊക്കെ ചെയ്ത് ഈ ടൂറിസം പ്രൊജക്റ്റ് നോക്കി പോകാം. നമുക്കിപ്പോൾ ഉള്ളത് തേങ്ങാപ്പറമ്പത്ത് റിട്രീറ്റ് എന്ന ഹോം സ്റ്റേ ഉള്ളത് നിലവിൽ. പക്ഷേ നമ്മൾ വേറെ പിന്നെ കോട്ടേജസ് ഇവിടെ തന്നെ എടുക്കുന്നുണ്ട്. അതല്ലാണ്ട് മുജുകുന്ന് സ്ഥലത്ത് നമ്മൾ ഇതേമാതിരി, അതും ഈ അകലാപ്പുഴ അതിൻ്റെ തീരത്ത് തന്നെയാണ്. അവിടെ നമ്മൾ അകലാപ്പുഴ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഈ അകലാപ്പുഴ തന്നെ തീരത്ത് തന്നെയുള്ള മുജുകുന്നിൽ നമുക്ക് ഇനിയും ഇതിൻ്റെ ഒരു വിപുലീകരണം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ ഇതിനേക്കാളും കൂടുതൽ എന്താ പറയുക, നീർച്ചാലുകളുണ്ട്. അപ്പം ആ വെള്ളക്കെട്ടിൻ്റെ കൂടെ തന്നെയുള്ള ആ ഒരു രീതിയിലായിരിക്കും. ഇപ്പോൾ ഉള്ളതുപോലെ ഒരു കോൺക്രീറ്റ് തീരെ ഇല്ലാത്ത രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ സ്റ്റേ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? ഓക്കെ. അതെ. ഇന്നലത്തെ ആ സൺസെറ്റ് മിസ്സായി. പിന്നെ അത് ഇനി അടുത്ത പ്രാവശ്യം ഞങ്ങൾ എല്ലാം അതിനനുസരിച്ച് 2 ദിവസം നിൽക്കാൻ പറ്റില്ല. അതൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആളുണ്ടെങ്കിൽ മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പം ഇവിടെ 3 മണിക്കാണ് ചെക്ക് ഇൻ, വൈകുന്നേരം. രാവിലെ 11 മണിക്ക് ചെക്കൗട്ട്. അപ്പം പിന്നെ ഈ പറഞ്ഞതുമാതിരി ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഗസ്റ്റ് വേറെ ഇല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് വന്നത്. അല്ലാതെ ഇപ്പം എങ്ങനെയാണ് ആക്സസ് വരുന്നത്? നമുക്ക് എയർബിഎൻബിയിലുണ്ട്. എയർബിഎൻബി ത്രൂ ബുക്കിംഗ് വരുന്നുണ്ട്, ഓൺലൈൻ ബുക്കിംഗ്. പിന്നെ അല്ലാണ്ട് തന്നെ ഗൂഗിളിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചാനൽ മാനേജറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മറ്റ് OT പ്ലാറ്റ്ഫോമിലും ഉണ്ട്. അതായത് പിന്നെ booking.com, മേക്ക് മൈ ട്രിപ്പിലൊക്കെ ഇപ്പോൾ ബുക്കിംഗ് ഉണ്ട്. പക്ഷേ കൂടുതലും എയർബിഎൻബി ത്രൂ ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. മറ്റ് പ്ലാറ്റ്ഫോം അത്ര എന്താ പറയുക, ഞങ്ങൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്തില്ല. കാരണം കുറച്ച് ഒരു മോണിറ്ററിങ് ആവശ്യമാണ് വരുന്ന ഗസ്റ്റിന്. അപ്പം എല്ലാ രീതിയിലുള്ള ഗസ്റ്റ് നമ്മൾ അലോ ചെയ്യാറില്ല. കുറച്ച് എന്താ പറയുക, ഈ പ്രകൃതി ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ കുറച്ച് പ്രൈവസി ഇഷ്ടപ്പെടുന്നതോ ആയിട്ടുള്ള വെറും ഒരു പാർട്ടി മൂഡ് മാത്രമായി വരുമ്പോൾ അവർക്കും ഇത് വെറുത്തല്ല, ഞങ്ങൾക്കും അത് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല. നല്ല അടിപൊളി സ്ഥലമാണ്. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എന്താ പറയുക, പുഴയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതെ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞങ്ങൾക്കും വേണ്ടത്. നിങ്ങളെ മാതിരിയുള്ള ആൾക്കാർ വരുന്നതാണ് ഞങ്ങൾക്കും താല്പര്യം. നമ്മുടെ തേങ്ങാപ്പറമ്പത്ത് റീട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഹോം സ്റ്റേ ലൊക്കേഷൻ, ബദിരൂർ എന്നാണ് ഈ സ്ഥലത്തിന് ശരിക്കും പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ സജഷൻസും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ വീഡിയോയിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സാണ് വരുത്തേണ്ടത് വെച്ചാൽ അതും കൂടെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ മുറ്റത്ത് തന്നെ കുറച്ച് മുളയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കാണാൻ കേട്ടോ. ചെറിയ ഹൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു, ഇപ്പോൾ നന്നായിട്ട് വലുതായിട്ടുണ്ട്. നമ്മൾ വരുന്ന ഒരു റൂട്ടാണ് കേട്ടോ ഇത്. ഇവിടെ കട്ടഭാഗി ഒക്കെ റോഡ് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള നല്ല നല്ല ഹോം സ്റ്റേ ലൊക്കേഷൻസ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇടയ്ക്കൊക്കെ പോകാമല്ലോ എല്ലാവർക്കും, ഞങ്ങൾക്കും ഇറങ്ങാം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അതൊരു ഹെൽപ്പായിരിക്കും. പിന്നെ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക്